ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് ഉടൻ. കസ്റ്റഡിയിലെടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഇഞ്ചക്കലിലുള്ള ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്കാണ് എത്തിച്ചത്. SIT ചോദ്യം ചെയ്യൽ തുടരുന്നു. സന്നിധാനത്തെ SIT പരിശോധനയിൽ നിർണായകമായ രേഖകൾ കണ്ടെടുത്തതായി സൂചനയുണ്ട്. SP ശശിധരനും സംഘവും പമ്പയിൽ നിന്നും തിരിച്ചിട്ടുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. നേരത്തെ ഈ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി എന്നുള്ള വിമർശനമൊക്കെ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ഉയർത്തിയിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം കുടുംബത്തെ അറിയിക്കുന്നുണ്ട് അന്വേഷണ സംഘം. എന്താണ് ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരങ്ങൾ? അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്താനല്ലേ സാധ്യത? റിനു ശ്രീധർ. രുചിത്ത്, ഇന്ന് പുലർച്ചയോടുകൂടിയാണ് തിരുവനന്തപുരം കല്ലറയിലെ വീട്ടിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത് എന്നുള്ളതാണ്. 12 മണിക്ക് കസ്റ്റഡിയിലെടുത്തു എന്നുള്ള ഔദ്യോഗിക വിവരമാണ് അവർ നൽകുന്നത്. പക്ഷേ ഒരു നടപടിയും പാലിച്ചില്ല ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത് എന്നുള്ളത് കുടുംബം ഉൾപ്പെടെ ആരോപിച്ച് രംഗത്തെത്തുന്നു. അതീവ രഹസ്യമായാണ് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തത്. ഈ വീട്ടുകാരും അതുപോലെ തന്നെ അഭിഭാഷകനും രംഗത്തെത്തിയതോടുകൂടിയാണ് ഈഞ്ചക്കലിലെ, അതായത് തിരുവനന്തപുരം ഈഞ്ചക്കലിലെ ഓഫീസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ട് എന്നുള്ള ഒരു തുറന്നു പറച്ചിൽ SITയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്തായാലും ഇപ്പോൾ തിരുവനന്തപുരത്തെ ഈഞ്ചക്കൽ ഓഫീസിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഏകദേശം 6-7 മണിക്കൂറോളം പൂർത്തിയാകുന്നു ചോദ്യം ചെയ്യൽ എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. കഴിഞ്ഞ 5 ദിവസം ചെന്നൈയിലും ഹൈദരാബാദിലും അടക്കമുള്ള സ്ഥലങ്ങളിൽ അന്വേഷണം നടത്തി ശേഖരിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ തെളിവുകൾ നിരത്തിയുള്ള ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതേസമയം സന്നിധാനത്തും SP ശശിധരന്റെ നേതൃത്വത്തിലും ചില അന്വേഷണങ്ങൾ അല്ലെങ്കിൽ പരിശോധനകൾ നടന്നു. നിർണായക രേഖകൾ കണ്ടെത്തി എന്നുള്ള വിവരവും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അദ്ദേഹം അല്പസമയം മുമ്പ് പമ്പയിൽ നിന്ന് തിരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരും. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രധാനമായും ഈ നഷ്ടപ്പെട്ട സ്വർണം എവിടെ എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടതായിട്ട് ഉള്ളത്. കൽപേഷൻ കൈമാറി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അദ്ദേഹത്തെയും കസ്റ്റഡിയിലേക്ക് എടുക്കും എന്നുള്ള ഒരു സൂചന കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. എന്തായാലും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പ് റാന്നി കോടതിയിൽ ഹാജരാക്കും. ഇന്ന് രാത്രിയോടുകൂടിയോ അല്ലെങ്കിൽ നാളെ പുലർച്ചെയോ അറസ്റ്റ് രേഖപ്പെടുത്തി അവിടേക്ക് കൊണ്ടുപോകും എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എനിക്ക് പിന്നിൽ കാണുന്ന ഈ SITയുടെ, അതായത് ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിൽ ചോദ്യം ചെയ്യുകയാണ്. ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. റിജിത്ത്. ശരി, റിനു ശ്രീധർ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. നിർണായകമായ വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷമാണ് ചോദ്യം ചെയ്യൽ നടപടിയിലേക്ക് അന്വേഷണ സംഘം കടന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്ന സൂചനയാണ് പുറത്തുവരുന്നത്. അതേസമയം തന്നെ SP ശശിധരനും സംഘവും സന്നിധാനത്ത് പരിശോധന നടത്തി. അവിടെ നിന്ന് ചില രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്, നിർണായക രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.